സോ ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഐ ജി മാറ്റ് ബോയ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കിട്ടില്ലമായിട്ടുള്ള കിഡ്കാശയായിട്ടുള്ള ഒരു ഓഫ് റോഡ് ഗെയിമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകണമെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഗൈസ്, ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഇൻ്റർഫേസ് ആയിട്ടുള്ള വരുന്നുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു ഗെയിമിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഗെയിം iOS അവൈലബിൾ ആണ്, ആൻഡ്രോയിഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഫസ്റ്റ് തന്നെ ഞാനിത് തുടങ്ങാൻ പോണുള്ള ഗെയിം ഞാൻ ഇതിനു മുമ്പേ കളിച്ചിട്ടില്ല. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണിച്ചിട്ട് ഇതിൻ്റെ ഒരു ഗെയിം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഇതിനോടെ തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കൊരു ആരോമർക്ക് എന്തെങ്കിലും ഒരു സംഭവം എടുക്കാൻ പറഞ്ഞിട്ട് നോക്കാം. അപ്പം ഈ ഒരു വെഹിക്കിൾ വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നിരിക്കുകയാണ് ഗൈസ്. ഇതിനകത്ത് ഏകദേശം പോയി വെറൈറ്റി ആയിട്ട് എല്ലാ വെഹിക്കിൾസും ഇതിലായിട്ട്, എന്ന് വെച്ചാൽ ഓഫ് റോഡ് ആയിട്ടുള്ള എല്ലാ വെഹിക്കിൾസും ഇതിൽ അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഓഫ് റോഡാണോ? ഇത് ഓഫ് റോഡാണോ? എന്തായാലും ആയിരിക്കും, കാരണം ടയർ കാണുമ്പോൾ. ഓക്കെ ഗൈസ്, കുറേ വെഹിക്കിൾസ് ഉണ്ട്. ലാസ്റ്റ് നമ്മൾ ടെസ്ലയുടെ സൈബർ ട്രക്ക് വരെ ഉണ്ട്. ഏകദേശം കൊള്ളാം. എന്തായാലും നമ്മൾ കളിച്ച് നോക്കിയാലോ അറിയത്തുള്ളൂ ഇതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കളിച്ച് നോക്കിയാലോ അറിയത്തുള്ളൂ. അപ്പം നമുക്കൊരു വണ്ടി വാങ്ങിക്കണം. എത്ര 25,000. അത്യാവശ്യം നമുക്കൊരു ഇത് ബ്രോങ്കോ അല്ലേ, ലോഡ്. ഓക്കെ, കൊള്ളാം. എന്തായാലും ഇത് നമുക്ക് വാങ്ങിക്കാം. നമുക്കപ്പം നമുക്ക് മൾട്ടിപ്ലെയർ എന്തിനും കളിക്കണം ഗൈസ്. മൾട്ടിപ്ലെയർ കൊടുത്ത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം മൾട്ടിപ്ലെയറിൽ എങ്ങനെയൊക്കെയാണ് ഗെയിംസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലെയർ വേണ്ട ഗൈസ്. നമുക്കപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാനുള്ള കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ഓൺ സ്ക്രീൻ എവിടെ നമ്മൾ സെറ്റിങ്സ് ഒന്നും ഇതിനകത്തില്ല ഗൈസ്. സെറ്റിങ്സ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാട്ട് സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മൾ ഗ്രാഫിക്സിൽ ഏകദേശം ഹൈ ആണ് കിടക്കുന്നത്. 60 FPS ഉള്ളൂ എന്ന് തോന്നുന്നു. യെസ് ഗൈസ്, 60 FPS ഉള്ളൂ. നമുക്ക് ഓക്കെയാണ് സൗണ്ട് കാര്യങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പം നമുക്കൊന്ന് സ്റ്റോറിയിൽ നിന്ന് കളിക്കാൻ പറ്റൂലേ? ഇങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിക്കണമല്ലേ ഗൈസ്? ഇതൊന്നും വാങ്ങിക്കാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. വെഹിക്കിൾ എടുത്തിട്ടുണ്ടല്ലോ, ഇനി കളിക്കാൻ പറ്റൂലേ? സിംഗിൾ പ്ലെയർ ഗൈസ്, നമുക്കൊരു സ്റ്റോറി മോഡ് കളിച്ച് നോക്കാം. ഇതിനുള്ള ഗ്രാഫിക്സും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് സ്റ്റോറി മോഡ്. എൻ്റെ പൊന്ന് ഗൈസ്, എന്തൊരു സ്റ്റോറി മോഡ് ഓണായിട്ടുണ്ട് നോക്കാം. നമുക്കൊരു സ്റ്റോറി മോഡ് കളിച്ച് നോക്കാം. ഇങ്ങനെയുണ്ട് ഇതിൻ്റെ ഗ്രാഫിക്സ്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ടാപ്പ് ടു കണ്ടിന്യൂ കൊടുക്കാം. ഓ ഗൈസ്, ഇതൊരു വിഷയമായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത്. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഒരു വിഷയമായിട്ടുള്ള പഞ്ച് കണക്കാണ് പോണത്. ഈ സൗണ്ടൊക്കെ കൊള്ളാം കേട്ടോ. സൗണ്ടൊക്കെ ഒരു അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ, മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും ലാർജാണ് ഇതിൻ്റെ മാപ്പ്. സീൻ തന്നെ. ഇനി നമുക്കിതിന് ക്യാമറ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറ ഇവിടെയാണല്ലേ. ഓ ഗൈസ്, ക്യാമറ കാര്യങ്ങളെല്ലാം കൊള്ളാം. ഇതിൻ്റെ ഗ്രാഫിക്സ് പറയണമെങ്കിൽ എനിക്ക് ഒരു അത്യാവശ്യം ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നതെന്ന് വെച്ചാൽ ഏകദേശം പോയ 2 GB ഉണ്ട്. 2 GB വെർത്തായിട്ടുള്ള ഒരു ഗെയിമെന്ന് പറയാം. കാരണം ഇതിനകത്ത് സ്റ്റോറി മോഡ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതുമല്ല നമുക്ക് സിംഗിളായിട്ട് കളിക്കാൻ മൾട്ടിപ്ലെയർ ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് കിടപ്പുണ്ട് ഗൈസ്. അതൊരു കിണ്ണൊരു സാധനം തന്നെ ഗൈസ്. അതെനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഹാൻഡിലിങ് ഒരു രക്ഷയില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? വണ്ടി ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഡോറിൻ്റെ എംബ്ലം കാണിച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. ഇത് ഇങ്ങോട്ടാണ് പോകാനുള്ള 100. ഗൈസ് ഇത് മേളിൽ നമുക്ക് മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇത് കൊടുക്കണോ നമുക്കിനി? ഇതെന്തൊരു സംഭവം? മൊത്തം കൂടെ ഫുള്ളും കൂടെ ഓണാക്കണം. 4 വീൽ ഡ്രൈവ് ആയി ഗൈസ്. 4 വീൽ ഡ്രൈവ് ഗൈസ്. പോട്ട്. യെസ് ഗൈസ്, ഇതിൻ്റെ ചളിയൊക്കെ തെറിക്കുന്ന ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സും കാര്യം. ഇത് ഫുള്ളായിട്ട് കാണിക്കില്ല ഗൈസ്. ഇനി ഇത് കെട്ടണമല്ലേ നമുക്ക് ഗൈസ്? ഒരു കാർ നമുക്കിനി കെട്ടി വലിക്കണം. അത് തന്നെ സംഭവം. ഓക്കെ, ബാക്കിലോട്ട് പോകണല്ലേ. മനസ്സിലായി. ഇവിടെ തിരിച്ച് റിവേഴ്സാക്കി നിർത്തണം. എങ്ങനെയാണ്? ബാക്ക് വഴിയാണ്, റിവേഴ്സായിട്ടാണ്? റിവേഴ്സായിരിക്കും.
ഈ സെർവേഴ്സ് എടുത്ത് നിർത്തി നോക്കട്ടെ, അപ്പോൾ മനസ്സിലാവില്ല എന്തിനാണോ. ഇതൊരു കിണ്ണൊരു ഗ്രാഫിക്സ് തന്നെ കേട്ടാ, ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ. ഇനി ഇത് മരിക്കണോ? എങ്ങോട്ടാണ് മരിക്കാനുള്ളത്? ഇതിൻ്റെ ബാക്കിലോട്ട് എനിക്ക് തിരിക്കാൻ പറ്റൂല. ഓ, ഇങ്ങനെ തിരിക്കാൻ പറ്റുമല്ലോ. ഇത് വലിച്ചിട്ട് നിൽക്കാൻ പറ്റൂലേ? ഓ, കെട്ടി ഗൈസ്, കെട്ടി സാധനം കെട്ടി. ഇനി നമുക്ക് ഈ വണ്ടി ഏകദേശം പോയ റീച്ച് 123 മീറ്റർ ഗൈസ്. ഇപ്പോഴും 4 വീൽ ഡ്രൈവാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു എൻ്റെ പൊന്ന് ഗൈസ്, ഇതിൽ കൂടെ എങ്ങനെ കൊണ്ടുപോകാൻ ഗൈസ്? ഒരു കിട്ടില്ല ഗ്രാഫിക്സ് തന്നെ ഗൈസ്. ആ ചെളിയൊക്കെ പോകണമൊക്കെയാണ് ഗൈസ്. ഇതോ പന്നിക്കുട്ടി ഓടിപ്പോകുന്നു. ശരിയായിരുന്നു, പോട്ടിങ് രക്ഷപ്പെട്ട് ഗൈസ്. പന്നിക്കുട്ടികളൊക്കെ ഓടിപ്പോകുന്നുണ്ട്. എൻ്റെ പൊന്ന് ഗൈസ്, ഇതിലെ ഗ്രാഫിക്സ് എനിക്ക് സത്യം പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സും കാര്യങ്ങളാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ഒന്ന് കളിച്ചോ ഗൈസ്. ലോ ആൻഡ് ഡിവൈസിൽ എനിക്ക് തോന്നുന്നില്ല, കാരണം എല്ലാത്തിലും കളിക്കാൻ പറ്റും. കാരണം നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്, അൾട്ര ഉണ്ട്. നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്ത് തന്നെ എന്തെങ്കിലും ഇടാൻ പറ്റും. അതുകൊണ്ട് ലോ ആൻഡ് ഡിവൈസിലൊക്കെ എനിക്ക് തോന്നുന്നു കളിക്കാൻ പറ്റും എന്നുള്ളത്. നിങ്ങളൊന്ന് മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ഗെയിമിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളെല്ലാവരും ഒന്ന് കയറ്റി കളിക്കാൻ നോക്കുക. ഓക്കെ ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ പറ്റുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗെയിംസ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അടുത്ത ഏത് ഗെയിം വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും അതനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമുക്ക് സ്ഥലം എത്താറായി ഒരു രക്ഷയില്ലാത്ത ബാക്കി കിടക്കുന്ന വണ്ടി കൊണ്ട് എൻ്റെ ബാക്കി വന്ന് ഇടിക്കുന്നടേ. ഇതല്ലേ നേരത്തെ ഞാൻ കാണിച്ച വണ്ടി, പോർഷ്. നൈസ് തന്നെടാ, സെറ്റ് ഗ്രാഫിക്സ് ഗൈസ്. ഇത് ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സ് ഗൈസ്. എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഗെയിം സത്യം പറഞ്ഞാൽ സെറ്റാണ് ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ ഒരു ഗെയിം. ഇതിനി ബാക്കിലോട്ട് പോകാൻ പറ്റൂലേ ഗൈസ്? ഓരോ സംഭവങ്ങൾ കാണിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എല്ലാവരും ഒന്ന് കയറ്റി കളിച്ച് നോക്കുക. നിങ്ങൾക്ക് എല്ലാവരും കയറ്റി കളിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ഒരു ഗെയിമിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഗെയിമിനെ കുറിച്ച് ഒന്ന് അപ്ഡേറ്റ് ആയിട്ട് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാൻ നോക്കുക. പറ്റുന്ന രീതിയിൽ നിന്ന് കമൻറ്റും കൂടെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരും പോയൊന്ന് ഈ ഒരു ഗെയിം കളിച്ച് ഒരു ഓഫ് റോഡായിട്ടുള്ള കിണ്ണക്കാച്ച ഈ ഒരു ഗെയിമാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ഗ്രാഫിക്സ് ഗംഭീരമായിട്ടുണ്ട്. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നതെന്ന് വെച്ചാൽ ഏകദേശം 2 GB ആണ്. ഈ ഒരു ഗെയിമിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഏകദേശം എന്തരായിരുന്നു ഒരു ഗെയിമിൻ്റെ പേര് ഞാൻ മറന്നത്. എന്തായാലും ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് കയറ്റി കളിക്കാൻ നോക്കുക. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ, സീ യു, ടാറ്റാ.